ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയായ രേഖാചിത്രത്തിന്റെ 12ാമത്തെ ദിവസമായ രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ജനുവരി 9 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ ദിവസം തന്നെ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടുന്നത് നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 11ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 2 കോടിയോളം രൂപയായിരുന്നു. നിലവിൽ 11 ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയത് 21 കോടിയോളം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 11 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 4 കോടി 32 ലക്ഷം രൂപയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തത് കർണാടകയിൽ നിന്നാണ്. 2 കോടി 32 ലക്ഷം രൂപയാണ് 11 ദിവസം കൊണ്ട് രേഖാചിത്രം കർണാടക കളക്ഷനായി സ്വന്തമാക്കിയത്. തമിഴ്നാട് കളക്ഷനായി 96 ലക്ഷം രൂപയും നോർത്ത് ഇന്ത്യയിൽ നിന്ന് 83 കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്ര തെലങ്കാന കളക്ഷനായി കളക്ട് ചെയ്തത് 22 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 11 ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 25 കോടി 50 ലക്ഷത്തോളമാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ കൃത്യമായ ഒരു ഫിഗർ വന്നിട്ടില്ലെങ്കിലും 11 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 47-48 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അതേസമയം 12ാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 60-65 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 12 ദിവസം കൊണ്ട് 21 കോടി 65 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 1-1.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 12 ദിവസം കൊണ്ട് ഏകദേശം 50 കോടിക്ക് അടുത്ത് ഈ സിനിമ എത്തി നിൽക്കുകയാണ്. സൗബിൻ ഷാഹിർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് ജോസ് എന്നിവർ പ്രധാന താരങ്ങളായി ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ജനുവരി 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്രാവൻകൂട് ഷാപ്പ്. അൻവർ റഷീദ് എന്റർടൈൻമെന്റിന്റെ പാനൽ അൻവർ റഷീദ് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ആവറേജ് ഡീസന്റ് അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. ചിത്രം വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 3 കോടി 30 ലക്ഷം രൂപയായിരുന്നു. 4ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 90 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് 4 കോടി 20 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ ഒരു അപ്ഡേറ്റും പുറത്തു വന്നിട്ടില്ല. എങ്കിലും 9 കോടി റേഞ്ചിൽ കളക്ഷൻ ഈ സിനിമ 4 ദിവസം കൊണ്ട് നേടിയെടുത്തു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഇനി 5ാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 30-35 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ 5 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ കേരള കളക്ഷനായി 4.5 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 9.5-10 കോടി റേഞ്ചിൽ എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2024 ഏറ്റവും വമ്പൻ ദുരന്തമായി മാറിയ സിനിമയാണ് ബറോസ്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ഈ സിനിമ ഡിസംബർ 25 ക്രിസ്മസ് റിലീസായാണ് തിയേറ്ററിലെത്തിയത്. 3D ഫോർമാറ്റിൽ പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് 12 കോടിയോളം രൂപയായിരുന്നു. 60 കോടിക്ക് മുകളിൽ ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 18 കോടിയോളം രൂപയുമാണ്. ഇപ്പോൾ ഈ ജനുവരി 22 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഈ ചിത്രത്തിന്റെ OTT റിലീസ് പൂർത്തിയാക്കുകയാണ്. കേരളം കണ്ട വമ്പൻ തുകയ്ക്കാണ് ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വാങ്ങിയെടുത്തിരിക്കുന്നത് എന്ന പ്രചരണം ശക്തമാണ്. പ്രചരണത്തിനപ്പുറം മറ്റ് പ്രൂഫൊന്നും പുറത്തു വന്നിട്ടുമില്ല. നിവിൻ പോളി, അഞ്ജലി, സൂരി എന്നിവർ പ്രധാന താരങ്ങളായി റാം തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഒരു സൈക്കോളജിക്കൽ റൊമാന്റിക് ത്രില്ലർ തമിഴ് സിനിമയാണ് ഏഴ് കടൽ ഏഴുമലൈ. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ റോട്ടർഡാമിൽ VPRO ബിഗ് സ്ക്രീൻ അവാർഡിനായി മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട 12 ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇന്ന് ഈ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. തിങ് മ്യൂസിക്കിന്റെ യൂട്യൂബ് ചാനൽ വഴി ഇന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ട്രെയിലറിന് 2 മിനിറ്റ് 35 സെക്കൻഡാണ് ദൈർഘ്യം. വളരെ മികച്ചൊരു ട്രെയിലർ എന്ന അഭിപ്രായമാണ് പൊതുവെ വന്നിട്ടുള്ളത്. 2025 മാർച്ചിൽ ഈ സിനിമ തിയേറ്ററിലെത്തുന്നതാണ്. ബേസിൽ ജോസഫ് നായകനാകുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് പൊന്മാൻ. ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ റിലീസിംഗ് നേരത്തെ ഫെബ്രുവരി 6 തീരുമാനിച്ചിരുന്നത്. നിലവിൽ ജനുവരി 30 റിലീസ് മാറ്റിയിരിക്കുന്ന ഈ സിനിമയുടെ 1 മിനിറ്റ് 7 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിൽ ബേസിൽ ജോസഫിനൊപ്പം സജിൻ ഗോപ്, ലിജോമോൾ ജോസ്, ദീപക് പറമ്പോൾ, ആനന്ദ് മൻമഥൻ, രാജേഷ് ശർമ്മ, ജയാക്കുറുപ്പ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനയനിര. മീനാക്ഷി പ്രധാന താരമായി അനൂപ് പുരുഷോത്ത് സംവിധാനം ചെയ്യുന്ന സൂപ്പർ ജിമിനി എന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. മാലിന്യവും മയക്കുമരുന്നും കൊണ്ട് പുറത്തുവിട്ടുന്ന ഒരു ജനതയുടെ ശക്തമായ പോരാട്ടത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ കഥയാണ് സൂപ്പർ ജിമിനി. ചിത്രത്തിൽ സീമാജി നായർ, ജയകൃഷ്ണൻ, കലാഭവൻ നാരായണൻകുട്ടി, കോബ്ര രാജേഷ്, ഡോക്ടർ ജിത് കുമാർ, ദേവനന്ദ, പ്രിയങ്ക എന്നിങ്ങനെ ഒട്ടനവധി താരനിര അണിനിരന്നിട്ടുണ്ട്. പ്രീതം ക്രിയേഷൻസിന്റെ ബാനറിൽ രാജേഷ് മലയാലപ്പുഴ നിർമ്മിച്ച ഈ സിനിമയുടെ തിയേറ്റർ റിലീസ് ജനുവരി 24 വെള്ളിയാഴ്ചയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.